ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളെപ്പോലെ ലേഡീസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ പീരിയഡ്സ് ഉണ്ടാവാറുണ്ട്. ആ പീരിയഡ്സ് നമുക്ക് ഫംഗ്ഷനിലൊക്കെ കല്യാണം അല്ലെങ്കിൽ ഒരു കിറ്റി പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പം നമ്മുടെ പീരിയഡ്സ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറമിൽ നിന്ന് ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ആ ഒരു ടാബ്ലറ്റ്സ് കഴിച്ചതിന് ശേഷം നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതായത് നമുക്ക് ബാക്ക് പെയിന്, ഹെഡേക്ക്, ബോഡി പെയിന്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയൊരു ബോഡി ഏക്കോ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഹോം റെമഡിയിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി വേയിൽ നമുക്ക് ഡിലേ ആക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയുടെ ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ഹോം റെമഡി ടിപ്പ് ഞാൻ നിസ്സാരമായിട്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതായത് വേറെ ഒന്നുമില്ല, നമുക്ക് ചെറിയൊരു നാരങ്ങയും കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു റെമഡി ചെയ്യാം. ഈ ഒരു നാരങ്ങ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ ഈ ഒരു പീരിയഡ്സ് ഒക്കെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പുറമെ നിന്ന് ഇനിയും ടാബ്ലറ്റ്സ് ഒന്നും വാങ്ങാനോ ഒന്നും ചെയ്യേണ്ട, സൈഡ് എഫക്ട്സ് ഉണ്ടാവുമെന്നുള്ള പേടിയും ഉണ്ടാകണ്ട. അപ്പം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സീഡ്സ് കട്ടാവാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സീഡ്സ് കിട്ടാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാണ്. ഇതുപോലത്തെ സീഡ്സ് നമുക്ക് കുറേ കിട്ടും. അപ്പം ആ സീഡ്സ് നമുക്ക് എന്നാണ് നമുക്ക് നമ്മുടെ പീരിയഡ്സ് ഡിലേ ആക്കേണ്ടത്, അതായത് നമുക്ക് 1-ാം തീയതി ഒരു കല്യാണത്തിന് പോകാനുണ്ടെങ്കിൽ നമുക്ക് ഒരു 29 തൊട്ട് നമുക്ക് ഈ ഒരു സീഡ്സ് കഴിക്കാൻ തുടങ്ങാം. അതായത് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. 1-ാം തീയതി നമുക്ക് കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പീരിയഡ്സ് ആവാൻ ഡിലേ ആക്കണമെങ്കിൽ നമുക്ക് ഒരു 1-ാം തീയതി നമ്മുടെ പീരിയഡ്സ് ആവുന്നത് എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ കല്യാണ ഡേറ്റോ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു 29-ാം തീയതി നമ്മൾ എന്താ ചെയ്യുക, ഒരു 2 സീഡ്സ് രാവിലെ വെറും വയറ്റിൽ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ തന്നെ ഇത് 2 വെറും വയറ്റിൽ കഴിക്കാം. ഇതുപോലെ തന്നെ വൈകുന്നേരം സെയിം നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ തന്നെ 2 കഴിച്ചെടുക്കുക. നമുക്ക് രാവിലെ ഒരു നേരം കഴിച്ചാൽ മതി. പക്ഷേ ഓരോ ബോഡിയിൽ ഓരോരുത്തരുടെയും ഓരോ ടെക്സ്ചറാണ്, അതായത് ഓരോ ഹോർമോൺ വ്യത്യാസങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് രാവിലെ ഒരു 2 അല്ലി നമ്മുടെ ഈ നാരങ്ങയുടെ കുരു, വൈകിട്ടും അതുപോലെ തന്നെ 2 കഴിക്കാം. ഇത് നമുക്ക് എന്നത്തേക്കാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അന്ന് വരെ കഴിക്കാം. അന്നത്തെ ആ 1-ാം തീയതി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് 2-ാം തീയതി തൊട്ട് അല്ലെങ്കിൽ 1-ാം തീയതി വൈകിട്ട് തൊട്ട് നമുക്ക് സീഡ്സ് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്യാം. സീഡ്സ് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് പീരിയഡ്സ് ആവുന്ന പോലെ തന്നെ നമുക്ക് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് 1-2 ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് നമ്മുടെ പീരിയഡ്സ് ഡിലേ ആക്കാം. അതിൽ മേലെ നമ്മൾ ഡിലേ ആക്കുന്നത് നമ്മുടെ ബോഡിക്ക് അത് ശരിയല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോരുത്തരുടെ ശരീരത്തിൽ ഓരോ രീതിയിലാണ് നമ്മുടെ ഹോർമോൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ചിലർക്ക് ഇത് ഫലം ഉണ്ടാവുമായിരിക്കും, ചിലർക്ക് ഉണ്ടാവില്ല. സോ ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് യൂസ്ഡ് ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയൽ അടിക്കുക. ആ ട്രയൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫംഗ്ഷനിൽ എന്നാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയത് അന്ന് നിങ്ങൾ കഴിച്ച് നോക്കുക. കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ബോഡി ഓരോ പോലെ വർക്ക് ചെയ്യണമെന്നില്ല. ഞങ്ങൾ കുറേ പേര് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നേ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരു ബോഡിക്ക് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാവേണ്ട തന്നെയാണ് നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് യൂസ്ഫുള്ളായി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വേറെ ടാബ്ലറ്റ്സ് ഒക്കെ ഒന്നും കഴിക്കാണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ പീരിയഡ്സ് ഡിലേ ആക്കുന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ പീരിയഡ്സ് ആയതിനു ശേഷം വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏത് ഡേറ്റ് വരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു കറക്റ്റ് ഡേറ്റിൽ നമ്മളിത് കഴിക്കാൻ സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നോർമൽ റെഗുലറായിട്ട് നമ്മുടെ പീരിയഡ്സ് ഉണ്ടാവും.
അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ അടുത്ത ഒരു നല്ലൊരു സ്റ്റെപ്പും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമ്മുടെ വുമൺസിന്, അതായത് നമ്മുടെ ലേഡീസിനും അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾ, അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പീരിയഡ്സ് നല്ല കറക്റ്റായിട്ട് ഉണ്ടാവാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പ് ഞാൻ നമ്മുടെ പീരിയഡ്സ് ഡിലേ ആവാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞു തന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മുടെ പീരിയഡ്സ് നമുക്ക് കറക്റ്റ് ടൈമിങ്ങിലല്ല വരുന്നത്. അതായത് ചിലർക്ക് 36 ഡേയ്സ് അല്ലെങ്കിൽ 45 അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞതിന് ശേഷം ആവുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമുക്ക് ഇളം ചൂടുവെള്ളം, നമ്മൾ മോർണിംഗിൽ ഇളം ചൂടുവെള്ളം, മിക്ക എല്ലാവരും ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. നമ്മുടെ ബോഡി ഡീറ്റോക്സ് ആകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മളെല്ലാവരും കുറേ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ടിപ്പാണ് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടിപ്പും കൂടെ നമുക്ക് ട്രയൽ ചെയ്യാം. അതായത് വേറൊന്നുമില്ല, ഒരു പകുതി നാരങ്ങ നമ്മൾ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞെടുക്കുക. കുരു വീഴാണ്ട് തന്നെ ശ്രദ്ധിക്കുക, സീഡ്സ് വീഴാണ്ട് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹണി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഹണി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുടിക്കുക. ബോഡി രാവിലെ നമ്മൾ വെറും വയറ്റിലാണ് ഈ വെള്ളം കുടിക്കുന്നത്. ബോഡി ഡീറ്റോക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് ഒരു ഞുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു റെമഡിയാണ്. കുറേ പേരുടെ ഭയങ്കര ടെൻഷനാണ് ചിലർ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. 1 മാസമായി 2 മാസമായി നമുക്ക് പീരിയഡ്സ് കറക്റ്റ് ടൈമിൽ ആവാറുന്നില്ല, ഭയങ്കര വയറുവേദന, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് കുടിക്കേണ്ട സമയം എന്ന് വെച്ചാൽ, നമുക്ക് പീരിയഡ്സ് ആയെന്ന് വെച്ചോ, പീരിയഡ്സ് ആയി തീർന്ന് അന്ന് തൊട്ട് നമ്മൾ രാവിലെ വെറും വയറ്റിൽ ഇത് ഇളം ചൂടുവെള്ളത്തിൽ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഹണി ചേർക്കുവാണെങ്കിൽ ഹണി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുടിക്കുക. രാവിലെ വെറും വയറ്റിലാണ് കുടിക്കേണ്ടത്. ഇത് നമ്മൾ പീരിയഡ്സ് സ്റ്റോപ്പ് ആയതിനു ശേഷം തൊട്ട് തുടങ്ങുക. ഇന്ന് പീരിയഡ്സ് ആയി, നെക്സ്റ്റ് 7 ഡേയ്സിൽ നമ്മുടെ പീരിയഡ്സ് സ്റ്റോപ്പായി. ആ 7 ഡേയ്സിൻ്റെ 8th ഡേ തൊട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുക. 8th ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പീരിയഡ് ആയി വരുമ്പോഴത്തേക്കിന് അന്ന് സ്റ്റോപ്പ് ചെയ്യുക. വീണ്ടും പീരിയഡ്സ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ എല്ലാം അതുപോലെ തന്നെ കറക്റ്റാക്കി ആയതിനു ശേഷം ഒരു 2 to 3 months നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ ഹോർമോൺ നന്നായിട്ട് ബാലൻസ് ആയി കിട്ടും. കറക്റ്റ് ടൈമിൽ നമ്മുടെ പീരിയഡ്സും ഉണ്ടാവാൻ തുടങ്ങും. അപ്പം ഈ ഒരു 2 റെമഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഫസ്റ്റ്, നമ്മുടെ പീരിയഡ്സ് ഡിലേ ആവാൻ വേണ്ടിയിട്ട് 2 നാരങ്ങയുടെ കുരു കഴിക്കുക. രാവിലെ വെറും വയറ്റിൽ 2 നാരങ്ങ രാവിലെയും വൈകിട്ടും കഴിക്കാം. അത് നമ്മൾ പീരിയഡ്സ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംബാലൻസ് ഹോർമോൺസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് നമ്മുടെ പീരിയഡ്സ് ഒക്കെ റെഗുലറായിട്ട് വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ ഹണി അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോർമോൺ ബാലൻസ് ആവുകയും ചെയ്യും, പീരിയഡ്സ് റെഗുലർ ആവുകയും ചെയ്യും. ഒരു 2 to 3 months നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി, നമ്മുടെ എല്ലാം ബുദ്ധിമുട്ടെല്ലാം സോൾവ് ആവും. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു 2 ടിപ്സ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഹ്യൂമൻ ബീങ്സിൻ്റെ ബോഡി ടെക്സ്ചറും അവരുടെ ബോഡി വർക്കിംഗ് രീതികൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഇത് യൂസ്ഡ് ആവും, അതായത് ഇതിൻ്റെ ഫലം കാണിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ ഓരോ ബോഡി ഫങ്ഷനിങ് ഉണ്ടാവും. സോ ആദ്യം നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പീരിയഡ്സ് ഡിലേ ആവുന്നത് ആ ഒരു ടിപ്പ് നിങ്ങൾ ആദ്യം എന്നേലും ഒരു ദിവസം നിങ്ങൾ ട്രയൽ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു കല്യാണ സമയത്തോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് അത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് നമ്മുടെ പീരിയഡ്സ് ഡിലേ ആക്കുന്നത് നമ്മുടെ ബോഡിക്ക് അത് നല്ലതല്ല. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. വല്ലപ്പോഴും ഇന്ന് വർഷത്തിൽ 1-2 തവണ നമുക്ക് ഡിലേ ആക്കണം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനത്തെ പീരിയഡ്സ് ഡിലേ ആവുന്ന രീതികളൊക്കെ ചെയ്യുന്നത് ശരിയല്ല.
അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്, ഇത് നിങ്ങൾക്ക് ഫലപ്രദമായോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തേക്കാം. ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു ടിപ്പും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.